ഹായ് എവരിവൺ, എല്ലാവർക്കും ലൈഫ് ഇൻ UK അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. 3.5 കിലോയോളം ഭാരമുള്ള സാൽമൺ മുറിച്ചുകൊണ്ടാകട്ടെ ഈ എപ്പിസോഡിൻ്റെ ആരംഭം. അങ്ങനെ ആദ്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. ഏടംകുട്ടനോടൊപ്പമുള്ള ബാക്ക് യാർഡിലെ സായാഹ്നങ്ങൾ ഒത്തിരി മധുരമുള്ളതും വളരെയേറെ സന്തോഷം തരുന്നതുമായിരുന്നു. അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരുന്ന ഞങ്ങൾക്ക് 10 ഇരട്ടി സന്തോഷം തരുന്നതായിരുന്നു അലക്സിൻ്റെ വരവ്. വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ഞങ്ങൾ അവന് വേണ്ടി ഒരുക്കിയത്. ഏടംകുട്ടനെയും കൂട്ടി അവൻ്റെ താറാവിനെ കാണാൻ പോയതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടുത്തെ എക്സർസൈസ് എക്യുപ്മെൻറ്റ്സ് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ പറയാണ് ഞാനിവിടെ പണ്ടേ വരേണ്ടതായിരുന്നു എന്ന്. ഒരു വിധത്തിലാണ് പിന്നെ ചേട്ടനെ അതിൽ നിന്നൊന്ന് ഇറക്കിയത്. അങ്ങനെ ഏടംകുട്ടനോടൊപ്പം ഞങ്ങളും അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു. ഞാനുണ്ടാക്കിയ എൻ്റെ കുടുംബത്തോടു കൂടി ഒരുപാട് സമയം ചിലവഴിച്ചപ്പോൾ ഞാൻ ഒത്തിരി കാലം പുറകോട്ടേക്ക് പോയി. എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ അബിയുടെയും അലക്സിൻ്റെയും ഈ കളിച്ചിരികളൊക്കെ കാണുമ്പോൾ എൻ്റെ വേദനകൾ ഒരു നിമിഷത്തേക്ക് ഇല്ലാതാവുകയും ഞാൻ ഒരുപാട് കാലം പുറകോട്ട് പോയതായും ആരോ തലോടിടുന്നു കവിൾത്തടം താനേ വിടർന്നിടുന്നു കിനാവുകൾ കാതോരം വരുന്നിതാ കാറ്റായി നീ പറഞ്ഞു പോയതെന്തുമേ ദൂരങ്ങൾ മാഞ്ഞു പോകയോ വേഗമേ വരൂ വാതിലിൽ ജീവനേ തൊടും ഓർമ്മകൾ. അങ്ങനെ കറങ്ങലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റേൺ പോയി ഒരു അൽഫാം മന്തി കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഇതോടുകൂടി ചാപ്റ്റർ 2 ഇവിടെ അവസാനിക്കുന്നു.